ഫെബ്രുവരി 11 ലൂർദ് മാതാവ്. 1856 ഫെബ്രുവരി 11 വ്യാഴാഴ്ച ഫ്രാൻസിലെ ലൂർദ് ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ അക്ഷരാഭ്യാസം കൂടാതെ ജനിച്ചു വളർന്ന 14 വയസ്സുകാരി ബെർണദീത്തയും അനുജത്തി ട്വാനത്തും ഒരു കൂട്ടുകാരിയും കൂടി വിറക് ശേഖരിക്കുന്നതിന് മസബിയേൽ വനത്തിലേക്ക് പോയി. മാർഗമധ്യേ ഉണ്ടായിരുന്ന ഒരു കൊച്ചരുവി കടക്കുന്നതിന് ശ്വാസകോശ രോഗിയായിരുന്ന ബെർണദീത്തയ്ക്ക് സാധ്യമല്ലാത്തതിനാൽ ഇക്കരെ തന്നെ നിന്നു. അപ്പോൾ ഒരു കാറ്റ് വീശി. അടുത്തുള്ള ഗ്രോട്ടോയിലേക്ക് ചില വൃക്ഷങ്ങളുടെ ശാഖകൾ അവളെ മാടി വിളിക്കുന്നത് പോലെ തോന്നി. കണ്ണഞ്ചിക്കുന്ന വെള്ളവസ്ത്രവും നീല നിറത്തിലുള്ള അരക്കിട്ടും തത്തുല്യമായ ഒരു ശിരോവസ്ത്രവും ധരിച്ച് ഒരു ജപമാല കയ്യിലേന്തി ഒരു യുവതി ആ ഗ്രോട്ടോയിൽ നിൽക്കുന്നത് അവൾ കണ്ടു. സ്വർണദീപ്തിയോടുകൂടിയ ഒരു പ്രകാശം അവളുടെ പാദത്തിങ്കൽ തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. ബെർണദീത്തയും ആ സ്ത്രീയും ഒരുമിച്ച് ജപമാല ചൊല്ലി. ആ സ്ത്രീ തൃത്വസ്തുതി മാത്രമേ ചൊല്ലിയുള്ളൂ. ജപമാലയുടെ അന്ത്യത്തിൽ പുഞ്ചിരി തൂകി സ്വല്പമൊന്ന് കുനിഞ്ഞ് അവൾ അപ്രത്യക്ഷയായി. ഇങ്ങനെ 18 പ്രാവശ്യം ബെർണദീത്തയ്ക്ക് ദർശനമുണ്ടായി. മൂന്നാമത്തെ ദർശനത്തിൽ ആ സ്ത്രീ പറഞ്ഞു, 2 ആഴ്ചക്കാലത്തേക്ക് നീ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ നിന്നെ സൗഭാഗ്യവതിയാക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല, എന്നാൽ അടുത്ത ലോകത്തിൽ തീർച്ചയായും. 8ാമത്തെ ദർശനത്തിൽ ഫെബ്രുവരി 24 ആ മഹതിയെ ബെർണദീത്ത വീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ പറഞ്ഞു, പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം. 9ാമത്തെ ദർശനത്തിൽ ഫെബ്രുവരി 25 ആ സ്ത്രീ പറഞ്ഞു, നീ ആ ഉറവയിൽ നിന്ന് കുടിക്കുക, ശരീരം കഴുകുക, അവിടെ കാണുന്ന സസ്യങ്ങൾ ഭക്ഷിക്കുക. അവിടെ ഇവയൊന്നും കാണാഞ്ഞതിനാൽ അവൾ അടുത്തുള്ള ഗേവു നദിയിലേക്ക് തിരിച്ചു. ഉടനെ ആ സ്ത്രീ അവളെ വിളിച്ച് സ്ഥലം ചൂണ്ടിക്കാണിച്ചു. ബെർണദീത്ത ആ സ്ഥലത്ത് ഇളക്കി നോക്കി. ഉടനെ അവിടെ നിന്നൊരു ഉറവ പുറപ്പെട്ടു. ആ ചെളിവെള്ളം ബെർണദീത്ത കോരിക്കുടിച്ചു. അവിടെ ഉണ്ടായിരുന്ന സസ്യങ്ങൾ അവൾ ഭക്ഷിക്കുകയും ചെയ്തു. 4 ദിവസം കഴിഞ്ഞ് ആ ചെളിവെള്ളത്തിൽ കണ്ണ് തേച്ച് കഴുകിയപ്പോഴാണ് കല്ലുവെട്ടുകാരൻ ലൂയി ബൂറിയറ്റിന് കാഴ്ച ലഭിച്ചത്. ദിനം പ്രതി ആ ഉറവയിൽ നിന്ന് 2000 ഗ്യാലൻ വെള്ളം വന്നുകൊണ്ടിരുന്നു. പ്രസ്തുത ജലത്തിൽ കുളിക്കുമ്പോഴോ വിശുദ്ധ കുർബാനയുടെ ആശീർവാദം ലഭിക്കുമ്പോഴോ ഇന്നും അത്ഭുത രോഗശമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാർച്ച് 25 മംഗലവാർത്ത തിരുനാൾ ദിവസം ബെർണദീത്തയ്ക്ക് കാണപ്പെട്ടുകൊണ്ടിരുന്ന വനിത തൻ്റെ പേര് പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. അങ്ങനെ 1854 ഡിസംബർ 8 9ാം പിയൂസ് മാർപ്പാപ്പ ചെയ്ത പ്രഖ്യാപനം ദൈവമാതാവ് അംഗീകരിച്ചു. ജൂലൈ 16 ആയിരുന്നു അവസാന ദർശനം. ദൈവമാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ 1ാം സ്ഥാനം ലൂർദിനാണ്. ദിവസം തോറും അവിടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ജപമാല പ്രദക്ഷിണവും നടക്കുന്നുണ്ട്. ആൽമന ലൂർദിൽ പോയി ജപമാല പ്രദക്ഷിണത്തിൽ നമുക്കും പങ്കുകൊള്ളാം. ഭക്തജന സഹസ്രങ്ങളോടുകൂടി ആവേ 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 മരിയ എന്ന് പാടാം.